ഹലോ മച്ചാമാരെ, ബെസ്റ്റ് മാസ്റ്റർ ജൂനിയർ എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാമാരെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലെയർ ഓഫ് ദി വീക്ക് പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജേമി വാർഡി എന്ന് പറഞ്ഞ നമ്മുടെ CF പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് ടീമിലെ ബ്ലാക്ക് ബോൾ കിഡിലൻ കാർഡായിട്ടുള്ള ജേമി വാർഡിയുടെ ഒരു ഷോർട്ട് ടൈം കാർഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വെറും 50 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കിട്ടാൻ നല്ല പ്രോബിലിറ്റി ആണ്, അറിയാതിരിക്കാം. വെറും 50 പ്ലേയേഴ്സ് ഉള്ളൂ. അപ്പം കോയിൻ ഉള്ളവർ കറക്കിക്കുക. നല്ല CF കാർഡാണ്. CF ഇല്ലാത്തവർക്ക് നല്ലൊരു കാർഡാണ്. പിന്നാണ് ഇപ്പോൾ വേൾഡ് എപ്പിക്കിൻ്റെ അത് ചാൻസ് വരുന്നതുകൊണ്ട് എല്ലാവരും മൈക്രോവേനെയും ബാറ്റിസ്റ്റോട്ടെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ആരുടെയും കണ്ണങ്ങോട്ട് പോകത്തില്ല. എന്തോലും വൃത്തി കാർഡാണ് ജേമി വാർഡിയുടെ CF കാർഡ്. ബെസ്റ്റ് ടൈമിൽ കളിച്ചവർക്ക് അറിയാം അതിൻ്റെ പവർ. നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് KL എംബാപ്പെ നല്ലൊരു പ്ലെയറിനെ ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ആരെ കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ചുമ്മാ നമുക്ക് എമിലിയാനോ മാർട്ടിനസിനെ നോക്കാം. സോ റൊട്ടേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ജസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സൈൻ ക്യാൻസൽ. സൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് ജസ്റ്റ് ഞാൻ ടാർഗറ്റായിട്ട് വെക്കുന്നൊരു റയൽ മാഡ്രിഡിൻ്റെ ഒരു എംബാപ്പെ എനിക്കൊരു കാർഡും ഇല്ല. റയലിൻ്റെ ഒരു എംബാപ്പയുടെ കാർഡ് പോലും ഇല്ല. അപ്പോൾ അത് കിട്ടിയാൽ കൊള്ളാം. പിന്നെ മാർട്ടിനസിനെ കിട്ടിയാൽ കൊള്ളാം. അത് നോക്കാം ആരെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഗോളിയൊന്നും അല്ല, എസ് എ ആണ്. നല്ലൊരു കാർഡാണ്. ഈവൻസ് ഒക്കെ വരുമ്പോൾ കളിപ്പിക്കാം. നല്ലൊരു കാർഡാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആരെയാണ് കിട്ടിയെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുകൂടാതെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ് അടിക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല മച്ചാമാരെ. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന് എനിക്ക് വേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒരു 3 ട്രൈ ഇതിൻ്റെ ഉണ്ട് വേൾഡ്. എനിക്ക് ഇതിനകത്ത് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. കാര്യം 300 പ്ലേയേഴ്സ് ആണ് ഉള്ളത്. ടോട്ടൽ കാണാൻ 256 പ്ലേയേഴ്സേ ഉള്ളൂ. ഇനി ടോട്ടൽ 14 ട്രൈസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് ആരെയും തന്നിട്ടില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് 2ഉം 1ഉം വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ടാർഗറ്റ് നമ്മുടെ ഡാനിയൽ വാൻ ബ്യൂട്ടൺ ആണ്. വാൻ ബ്യൂട്ടൺ ആണ് മെയിൻ ടാർഗറ്റ് വെക്കുന്ന പ്ലെയർ. അപ്പം നോക്കാം. ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. എന്തെങ്കിലും കിട്ടാൻ സാധ്യത കുറവാണ് ഈ കാർഡ്. നമുക്ക് ഡീറ്റെയിൽസ് കാര്യം 300 പ്ലേയേഴ്സിനൊക്കെ കിട്ടും. അവസാനം ഒരെണ്ണം കിട്ടിയെന്ന് പറയാം. ഇതിൽ ഞാൻ ഇതിനകത്ത് എടുക്കാൻ പോകുന്ന ഒന്നെങ്കിൽ നക്കാട്ട അല്ലെങ്കിൽ വാൻ ബ്യൂട്ടൺ ആയിരിക്കും. ഞാൻ നോക്കണം. നക്കാട്ടെ കിഡിലും കാണാൻ നക്കാട്ട വിഷയം കാർഡാണ്. നക്കാട്ട നല്ല പാസിങ്, ഫിനിഷിങ്, അത്യാവശ്യം ബാലൻസ്, ഫിസിക്കല്, ഡ്രിബിളിങ് എല്ലാം ഉള്ളൊരു കാർഡാണ്. നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഫൈനൊക്കെ എങ്ങനെ നമ്മളിങ്ങനെ ക്യാൻസൽ അടിച്ച് നോക്കാം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഒന്നുമില്ല മച്ചാമാരെ. 3 സ്റ്റാർ ആയിരിക്കും. അതെ, 3 സ്റ്റാർ ആണ്. ഇനി 2 ട്രൈകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല മച്ചാമാരെ. ഇതിനകത്ത് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ലൈക്കും സബും അടിച്ച് വേണം ഈ വീഡിയോ കാണുന്നവർ. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടായിരിക്കും ഇതിലൂടെ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ് അടിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല മച്ചാമാരെ. അപ്പോൾ ജസ്റ്റ് വാൻ ബ്യൂട്ടണാണ് മെയിൻ ടാർഗറ്റ്. ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയായിരുന്നു. വാൻ ബ്യൂട്ടണെയും ബാറ്റിസ്റ്റൂട്ടൊക്കെ ഫസ്റ്റ് ട്രൈ കിട്ടിയവന്മാരുണ്ട്. അതൊക്കെയാണ് ലക്ക്. പിന്നെ സ്വാഭാവികമായിട്ട് കാണുന്ന പുത്തനായിട്ട് ഒരു അക്കൗണ്ട് എടുത്തവർക്ക് കിട്ടുന്നതാണ്. പുത്തനല്ല, ഓൾഡ് പ്ലേയേഴ്സിന് എപ്പിക്ക് അടിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഇതിനകത്ത് ബലൂണൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇല്ല, 3 സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ട്രൈ കൂടെ ഉണ്ട് നമുക്ക് ചെയ്യാം. അതും നമുക്കൊന്ന് മൈക്രോവേനെ ഒന്ന് തൊടാം. എനിക്ക് ഓവൻ വേണ്ട. ഓവൻ്റെ ഒരു ബിഗ് ടീം, പണ്ട് വന്ന ബിഗ് ടീം യങ് കാർഡ് എൻ്റെ കിടപ്പുണ്ട്. അപ്പം ആ കാർഡ് ഓവനൊന്നും എനിക്ക് വേണ്ട. എനിക്കതിനകത്ത് വാൻ ബ്യൂട്ടണും അതുപോലെ തന്നെ നമ്മുടെ നക്കാട്ട. ഓക്കെ, ഇതിനകത്തും കിട്ടിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല മച്ചാമാരെ. ജസ്റ്റ് 7 പോയിട്ടില്ല അതിനകത്ത്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇവിടെ ഉള്ളവനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മേലോട്ടൊന്ന് പോയായിരുന്നു. 4 സ്റ്റാർ നമുക്ക് അടിച്ചു. അതാണ്
ലാസ്റ്റ് ഇനി എങ്ങാണ്ട് കുറച്ച് ട്രൈ എങ്ങാണ്ടേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഓർഡർ സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് എഫ് എ ജസ്റ്റ് ചുമ്മാ ഇടാം. അതിൽ ഗുല്ലറ്റിനെ ഞാൻ ഇട്ട് കളിപ്പിക്കാൻ. ഗുല്ലറ്റ് വിഷയം കാണണം. ആ കാർഡ് ഭയങ്കരമായിട്ട് കയറി നല്ലതായിട്ട് ബോള് കൺട്രോൾ ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറാണ് ഗുള്ളറ്റ്. അതുപോലെ ലെജൻഡറി കാർഡ് വിഷയമാണ്. ഉള്ളവരിട്ട് കളിപ്പിച്ച് നോക്കുക. ഇത് മാറ്റിയിട്ടവരുണ്ടെങ്കിൽ അതൊന്ന് കളിപ്പിച്ച് നോക്കുക. ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ മച്ചാന്മാരെ.